ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പി ജീസ് വേൾഡ്. ഇന്ന് ഞാനിവിടെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഒരു ഫുൾ കോഴി പൊരിച്ചത്. അതെങ്ങനെ പൊരിച്ചതെന്ന് നിങ്ങൾ വീഡിയോ മുഴുവനായും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി കൂടി ചെറുതാക്കി അരിഞ്ഞിടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, 2 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പച്ചമഞ്ഞളാണ്, അതും ചെറുതാക്കി അരിഞ്ഞിടുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് കുറച്ച് കൂടുതലിട്ടുണ്ട്. നമ്മുടെ ചിക്കന് നല്ല കളർ വരാൻ വേണ്ടി ഇത്തിരി കൂടുതലിട്ടിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് കൂടി ഞാൻ ഇതിലേക്ക് എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ചതച്ചെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന്. ഇതാണ് നമ്മൾ ഇന്ന് എടുത്ത ചിക്കൻ. ചിക്കൻ ഒന്ന് കട്ട് ചെയ്യണം, നടുഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ നെയ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മുടെ മസാല ഈ ചിക്കനിലേക്ക് നല്ലോണം ഒന്ന് പുരട്ടണം. ഉൾഭാഗത്തൊക്കെ നല്ലോണം ഞാൻ പുരട്ടുന്നുണ്ട്. ഇനി ചിക്കൻ ഒന്ന് മറിച്ചിട്ട് ഉൾഭാഗത്തേക്ക് നല്ലോണം ഒന്ന് നമ്മുടെ മസാല തേച്ച് പിടിപ്പിക്കണം. നമുക്കിതിന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഏകദേശം 1 മണിക്കൂർ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ചിക്കന് നല്ലോണം പൊരിച്ചെടുക്കണം. നല്ല അടിക്കനമുള്ള ഉരുളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് 1 ലിറ്റർ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ നല്ലോണം എണ്ണയിൽ കിടന്നിട്ട് നല്ലോണം വെന്ത് വരുന്നുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ എടുത്തിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മേൽഭാഗത്തൊക്കെ നമുക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. കാരണം മസാല വിട്ടു പോകാണ്ട് നമുക്ക് ഇത്തിരി മേൽഭാഗത്തൊക്കെ ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്താൽ മസാല ഒന്നും വിട്ടു പോകില്ല. നല്ലോണം ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്താൽ മേൽഭാഗത്തെ മസാല ഒന്നും വിട്ടു പോകില്ല. നമ്മൾ ഉരുളക്കിഴങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഞാൻ നമ്മുടെ ചിക്കൻ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഉള്ളൊക്കെ ഒന്ന് നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് പയ്യെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ഉൾഭാഗമൊക്കെ ചിക്കൻ്റെ നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. നമ്മുടെ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ ചിക്കനിലെ നെയ്യൊക്കെ ഇറങ്ങിയിട്ട് ഉരുളക്കിഴങ്ങിനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇത്തിരി പച്ചമുളക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്.
നമ്മുടെ ചിക്കൻ ഏകദേശം നല്ലോണം വെന്ത് വരുന്നുണ്ട്. കുറച്ച് എണ്ണയൊക്കെ ഒന്ന് മേലെ ഒഴിച്ചു കൊടുക്കാം. നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ എണ്ണയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ഇലയിലേക്ക് മാറ്റാം. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങ്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കോരാം. ഇതാണ് നമ്മുടെ മസാല. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇടിച്ച് നല്ല പേസ്റ്റാക്കണം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടി നമുക്കിതിലേക്ക് ഒന്ന് കൂട്ടി നല്ല ചതച്ചെടുക്കണം. ഇത് കൂട്ടി വേണം നമുക്ക് നമ്മുടെ ചിക്കൻ കഴിക്കാൻ. ഇതിലേക്ക് ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ചെറുനാരങ്ങ കട്ട് ചെയ്തിട്ട് കുറച്ച് നീരും പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റായിരിക്കും നമ്മുടെ മസാലയ്ക്ക്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ലോണം വെന്തു. കാൽഭാഗവും എല്ലാം നല്ലോണം വിട്ടു വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. അധികം മസാലയൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതുപോലത്തെ വ്യത്യസ്ത വീഡിയോകളുമായി ഇനിയും കാണാം. ബൈ.